അപ്പൊ എന്റെ പേര് ഡോക്ടർ ദിവ്യ എന്നാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പാർക്കിൻസൺസ് എന്ന അസുഖത്തിനെ പറ്റിയാണ്. പാർക്കിൻസൺസ് എന്ന് പറയുന്ന അസുഖം എന്താണ് എന്ന് പറയുമ്പോൾ അത് ബേസിക്കലി ഞരമ്പുകളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ്. അത് നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന് പറയുന്ന കുറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് പാർക്കിൻസൺസ് എന്ന് പറയുന്ന അസുഖം. അത് കൂടുതലും നമ്മളുടെ മസിൽസിനെ, അതായത് നടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്. എക്കോ വരുന്നുണ്ടല്ലോ, ആരെങ്കിലും മ്യൂട്ട് അല്ലാതെ ഉണ്ടോ? കൂടുതലും രതീഷ് എന്തോ എക്കോ വരുന്നില്ലേ? ഇപ്പൊ മാറിയതാ? വേറെ ആരൊക്കെയോ സംസാരിക്കുന്ന ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്. ഇപ്പം കുഴപ്പമില്ല. ഓക്കെ. അപ്പം ഇത് നമ്മളുടെ ചലനശേഷി, നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള, അതായത് കോർഡിനേറ്റ് ചെയ്യാനായിട്ടുള്ള അബിലിറ്റി, ഇതിനെയൊക്കെയാണ് ഈ അസുഖം അഫക്റ്റ് ചെയ്യുന്നത്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് ഒരു സ്പൂണിൽ ഫുഡ് എടുത്ത് വായിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ ഒരു കോർഡിനേഷൻ പോലും ഈ അസുഖം കൂടിക്കൂടി വരുമ്പം അഫക്റ്റ് ആകാവുന്ന ഒരു അസുഖമാണ് പാർക്കിൻസൺസ് അസുഖം. ഇത് സാധാരണ 60 വയസ്സിന് ശേഷമുള്ളവർക്കാണ് വരുന്നത്. പക്ഷെ എന്നാലും ചിലരിൽ ഇത് 60 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ വരാറുണ്ട്. പാർക്കിൻസൺസിന്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുമ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് കയ്യിലൊരു വിറയല്, അതല്ലെങ്കിൽ നടക്കുന്നതിന്റെ സ്പീഡ് കുറയുക, സംസാരിക്കുന്നതിന്റെ സ്പീഡ് കുറയുക. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ശ്രദ്ധിക്കുന്ന പ്രശ്നങ്ങൾ. പാർക്കിൻസൺസ് ഉണ്ടോ എന്നൊരു സംശയം തോന്നിപ്പിക്കുന്ന പ്രശ്നങ്ങൾ ഇതാണ്. പക്ഷെ ഈ 3 കാര്യങ്ങൾ അല്ലാതെ തന്നെ വേറെ പല കാര്യങ്ങളും ഈ പാർക്കിൻസൺസ് എന്ന് പറഞ്ഞ അസുഖമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. ചിലർക്ക് മണം കിട്ടാതെ വരും, ചിലർക്ക് എന്ന് പറഞ്ഞാൽ നടക്കാനായിട്ട് പലതവണ വീഴുന്നു എന്നുള്ള രീതിയിൽ വരാം. അപ്പം നമ്മൾ ഈ പാർക്കിൻസൺസ് എന്ന് പറഞ്ഞ അസുഖം അത് ഡയഗ്നോസ് ചെയ്യാനായിട്ട്, അതായത് ഇത് പാർക്കിൻസൺസ് അസുഖമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റും ഇതുവരെ ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഒരു ടെസ്റ്റ് ചെയ്തു, ഇപ്പൊ നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്തു, കൂടുതലാന്ന് പറഞ്ഞാൽ ഷുഗർ ഉണ്ടെന്ന് പറയുന്നത് പോലെ പാർക്കിൻസൺസ് ഉണ്ടെന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒരു ടെസ്റ്റ് ആയിട്ടില്ല. നമ്മള് പാർക്കിൻസൺസ് ആണെന്ന് പറയണമെങ്കിൽ ഒന്നാമത് ആൾക്കാരുടെ ഹിസ്റ്ററി നോക്കും. എങ്ങനെയാണ് ഈ അസുഖം പ്രോഗ്രസ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് അസുഖങ്ങൾ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അത് ഉണ്ടാക്കുന്നത്. നമ്മള് ഞരമ്പിന്റെയും പിന്നെ ഫിസിക്കൽ എക്സാമിനേഷനും ചെയ്യും പേഷ്യന്റിന്റെ. ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചിട്ടാണ് നമ്മൾ ഇത് പാർക്കിൻസൺസ് ആകാം എന്ന് നിഗമനം നടത്തുന്നത്. പാർക്കിൻസൺസ് ആകാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് മരുന്ന് തരും. ആ മരുന്നിനോട് ഒരു നല്ല റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇത് പാർക്കിൻസൺസ് അസുഖം തന്നെയാണ് എന്ന്. ഇതിനു വേണ്ടി നമ്മൾ ചിലപ്പോൾ MRIയോ CT സ്കാനോ തലയുടെ ചെയ്തെന്നിരിക്കാം. അതായത് ഈ പാർക്കിൻസൺസ് എന്ന് പറഞ്ഞ അസുഖം കൂടാതെ ചില ട്യൂമേഴ്സ് അല്ലെങ്കിൽ തലച്ചോറിന് എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ വന്നാലും ഇതേപോലത്തെ സിംറ്റംസ് ഉണ്ടാകാം. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് MRIയോ CT സ്കാനോ നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം പാർക്കിൻസൺസ് രോഗിയെ നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്നത് അവര് വീഴാൻ പോകുന്നു, ഭയങ്കര സ്ലോ ആകുന്നു, ഹാൻഡ് റൈറ്റിംഗ് ചെറുതാകുന്നു, സംസാരിക്കുന്നതിന്റെ സ്പീഡ് കുറയുന്നു, നടക്കുന്നതിന്റെ സ്പീഡ് കുറയുന്നു, കൈക്ക് വിറയൽ വരുന്നു. ഇതൊക്കെ ആയിരിക്കും നമ്മൾ പുറമെ കാണുന്നത്. പക്ഷെ ഇതിലുപരിയായിട്ട് ആ ഒരു പാർക്കിൻസൺസ് ഉള്ള രോഗി അനുഭവിക്കുന്നത് അതിലുപരി ഒത്തിരി കൂടുതലാണ്. അതായത് അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം, ഇടയ്ക്കിടയ്ക്ക് പാനിക് അറ്റാക്സ് ചിലപ്പോൾ വരാം, മണം കിട്ടത്തില്ല, മണം കിട്ടിയില്ലെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടത്തില്ല, BP ഇടയ്ക്കിടയ്ക്ക് പോവാൻ സാധ്യതയുണ്ട്. പിന്നെ ചിലർക്ക് സ്ലീപ്പ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാം, ഉറങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ചിലർക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി, ഹാലുസിനേഷൻ, ചിലർക്ക് മറവി രോഗം. അതായത് മറവി രോഗം വന്നിട്ടുള്ള പാർക്കിൻസൺസ് അല്ല, പാർക്കിൻസൺസ് വന്നതിന് ശേഷം
പാർക്കിൻസൺസിന്റെ ബുദ്ധിമുട്ട് കാരണം മറവി രോഗത്തിലോട്ട് ഇത് നയിക്കാം. അങ്ങനെ പല പല പ്രശ്നങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കാതെ പോകാവുന്ന പ്രശ്നങ്ങൾ പലതും പാർക്കിൻസൺസ് ഉള്ള ഒരു രോഗി അനുഭവിക്കുന്നുണ്ടാകാം. പാർക്കിൻസൺസിന് പല പല സ്റ്റേജസ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ ചെറിയ സിംറ്റംസ് ആയിരിക്കും, പക്ഷെ അത് നമ്മുടെ ജീവിതത്തിനെ വലുതായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടാവത്തില്ല. സ്റ്റേജ് 2 ഈ വിറയല് തുടങ്ങുന്നതും കുറച്ച് ബോഡി ഒന്ന് സ്റ്റിഫ് ആകാൻ തുടങ്ങുന്നു, നടക്കുന്നതിന്റെ രീതി ഒന്ന് മാറുന്നു എന്നുള്ളതൊക്കെയാണ് രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്നത്. മൂന്നാമത്തെ സ്റ്റേജിലാണ് നമ്മൾ പലപ്പോഴും നോട്ടീസ് ചെയ്യുന്ന ലെവലിലോട്ട് സ്പീഡ് കുറഞ്ഞ് വരികയും പിന്നെ വീഴാൻ പോകുന്നതും വീഴ്ചകളും കൂടുതലായിട്ട് മൂന്നാമത്തെ സ്റ്റേജിൽ കാണാം. നാലാമത്തെ സ്റ്റേജിൽ ഈ സിംറ്റംസ് പിന്നെയും കുറച്ചുകൂടി മോശമായി നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടിലോട്ട് നയിക്കുന്നു. ആൻഡ് സ്റ്റേജ് 5 നമുക്ക് നടക്കാനോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനോ കുറച്ചുകൂടി ബുദ്ധിമുട്ടാകാനും മിക്കവാറും നമ്മളൊരു വീൽ ചെയർ വേണ്ടി വരുന്ന ഒരു അവസ്ഥയിലോട്ട് ഇത് പ്രോഗ്രസ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു അസുഖമാണ് പാർക്കിൻസൺസ്. എന്നിരിക്കലും പാർക്കിൻസൺസ് പ്രോഗ്രസ് ചെയ്യുന്നത് വളരെ പയ്യാണ് മിക്കവരിലും. അപ്പം ഈ പാർക്കിൻസൺസ് അസുഖം പലരിലും പല രീതിയിലാണ് വരുന്നത്. എന്നാലും മിക്ക ആൾക്കാരും നല്ല രീതിയിൽ മരുന്നുകൾ വെച്ച് ഇതിന്റെ സിംറ്റംസിനെ കൺട്രോൾ ചെയ്ത് വർഷങ്ങളോളം നല്ല ക്വാളിറ്റിയോടെ ജീവിക്കാൻ പറ്റാറുണ്ട്. ഇത് ചികിത്സിച്ച് പാർക്കിൻസൺസ് ഇല്ലാതാക്കാനായിട്ട് മരുന്നുകളില്ലെങ്കിലും പല പല ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 10-20 വർഷത്തിൽ കൂടുതൽ പാർക്കിൻസൺസ് ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് പലർക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് പാർക്കിൻസൺസ്. ഇതിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഒരു പാർക്കിൻസൺസ് രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതിന് മെയിൻ നിർണയിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുമാത്രം ആ സിംറ്റംസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, അവർക്ക് എന്തുമാത്രം സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എന്തൊക്കെ ശ്രദ്ധിക്കണം പാർക്കിൻസൺസ് രോഗികളെ കെയർ ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. ആദ്യത്തെ കാര്യം തന്നെ മരുന്നാണ്. മരുന്നെന്ന് പറയുമ്പോൾ സാധാരണ പാർക്കിൻസൺസിന് നമ്മൾ സ്ഥിരം കൊടുക്കുന്ന മരുന്ന് ലീവോഡോപ്പ, കാർബിഡോപ്പ, അതായത് സിൻഡോപ്പ എന്ന് പറഞ്ഞാൽ. ചിലർക്ക് സിൻഡോപ്പ പ്ലസ് ആയിരിക്കും, ചിലർക്ക് ഈ ഒരു മരുന്നിലുപരി 2-3 മരുന്നുകൾ കാണും. ഈ മരുന്നുകളൊക്കെ കഴിക്കുന്ന സമയം അത് കൃത്യനിഷ്ഠയോടെ കഴിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ നമ്മൾ പറയുമല്ലോ ആഹാരം കഴിഞ്ഞ് കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ആഹാരം കഴിച്ചിട്ട് ഉടനെ മരുന്നെടുത്ത് കഴിക്കും. ഈ ലീവോഡോപ്പ, സിൻഡോപ്പ പോലത്തെ മരുന്നുകൾ നമുക്ക് ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 1 മണിക്കൂർ ശേഷം കഴിച്ചാലേ അതിന്റെ നല്ലൊരു ഇഫക്റ്റ് വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്പേസിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡോസ് മിസ് ആവാതിരിക്കാൻ കഴിവതും ശ്രമിക്കണം. കാരണം ഒരു ഡോസ് മിസ്സായാൽ അപ്പം നമ്മുടെ ബോഡി തിരിച്ച് സ്റ്റിഫ് ആകാൻ തുടങ്ങും. അപ്പം ആ ഒരു ഡോസ് മിസ് ആകാതെ ഒരു കണ്ടിന്യൂസ് മരുന്ന് ആ ബോഡിക്ക് കിട്ടുന്ന ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്താലേ ഉള്ളൂ പേഷ്യന്റിന്റെ ആ സിംറ്റം നല്ല കൺട്രോളിലാവത്തുള്ളൂ. അതുപോലെ തന്നെ ഈ അസുഖം ഞാൻ പറഞ്ഞല്ലോ ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്യുന്ന ഒരു അസുഖം ആയതുകൊണ്ട് തന്നെ ഇപ്പം ഇന്നൊരു മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് കഴിച്ചാൽ പോരാ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണുകയും പുതിയ സിംറ്റംസോ സ്റ്റിഫ്നെസ് കൂടുന്നുണ്ടോ, എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് റെഗുലർ ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മരുന്ന് ചിലപ്പോൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടി വന്നേക്കാം. എന്തെങ്കിലും പുതുതായിട്ട് ഇപ്പം ഇന്നലെ വരെ നടക്കായിരുന്നു, ഇപ്പൊ നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ ഇപ്പൊ വീഴ്ചകൾ കൂടുതൽ വരുന്നു, അല്ലെങ്കിൽ ചെറിയ മറവികൾ തുടങ്ങിയിട്ടുണ്ട്, അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു പുതിയ സിംറ്റംസ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡിസ്കസ് ചെയ്യണം. പുതിയൊരു മരുന്ന് തുടങ്ങി, അത് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഇന്ന ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്, ചിലർക്ക് ഭയങ്കര ക്ഷീണം വരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ കറക്റ്റ് ആയിട്ട് ഡോക്ടറോട് പറഞ്ഞ് മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്യണം, ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. എപ്പോഴും ഈ മരുന്നുകൾ പലപ്പോഴും മാറുകയും മറിയുകയും ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഏതൊരു കൺസൾട്ടേഷൻ കഴിഞ്ഞാലും എല്ലാ മരുന്നുകളും എന്ന് വെച്ചാൽ ഇപ്പം പല കൺസൾട്ടൻസിനെ കാണുന്നുണ്ടാവും ഒരു പാർക്കിൻസൺസ് രോഗി. ന്യൂറോളജിസ്റ്റ് ഉണ്ടാവും, സൈക്യാട്രിസ്റ്റ് ഉണ്ടാവും, ഫിസിഷ്യൻ ഉണ്ടാകും. അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും മരുന്നുകൾ ചേർത്ത് ഒറ്റ ഒരു ലിസ്റ്റായിട്ടൊരു ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് രോഗികൾക്ക് കെയർ ചെയ്യുമ്പോഴത്തേക്ക്. പാർക്കിൻസൺസ് ഉള്ള ഒരു രോഗിക്ക് നമ്മുടെ ഇൻഡിപെൻഡൻസും നമ്മുടെ
ആ ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് കീപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഫിസിയോതെറപ്പി. ഫിസിയോതെറപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് എക്സസൈസസ് ചെയ്യണം. നടക്കാനായിട്ടുള്ള രീതിയിൽ നമ്മുടെ മസിൽസിനെ കുറച്ചുകൂടി ബലപ്പെടുത്താനായിട്ടും നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനായിട്ടും മസിൽസിന്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അതിനു വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ഒരു ഫിസിയോതെറപ്പിസ്റ്റിന്റെ അടുത്ത് പോയിട്ടാണ് ഇനീഷ്യലി ചെയ്യുന്നത്. അവർ നമ്മൾ ട്രെയിൻ ചെയ്യും എന്തൊക്കെയാണ് പാർക്കിൻസൺസ് രോഗിക്ക് ഫലപ്രദമായ എക്സസൈസസ് എന്നുള്ളതും. അത് നമ്മൾ റെഗുലർലി ചെയ്യുന്നത് നമ്മുടെ ആ ഒരു മൂവ്മെന്റ് ഇഷ്യൂസ് കുറച്ചു വെക്കാനായിട്ട് സഹായിക്കും, ബാലൻസ് കീപ്പ് അപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്യുപേഷണൽ തെറപ്പി എന്ന് പറയുന്നത് ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് ഉണ്ട്. അപ്പൊ അവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾ, ഇപ്പം പാർക്കിൻസൺസ് രോഗിക്ക് ചിലപ്പം ഡ്രസ്സ് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും, ബട്ടൺ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ ആഹാരം കഴിക്കാൻ വിറയൽ കൊണ്ട് സ്വന്തമായിട്ട് ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഡ്രസ്സ് ഇടിപ്പിച്ചു കൊടുക്കാം, നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആഹാരം വാരി കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി എളുപ്പമാകും, അല്ലെങ്കിൽ നമുക്ക് കെയർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാകും എന്നുള്ളതിലുപരി ഒരു രോഗിയെ സംബന്ധിച്ച് അത് അവരുടെ ഇൻഡിപെൻഡൻസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, അവരെ കൂടുതൽ ഡിപ്പെൻഡന്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കഴിവതും അവരെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പ്രാപ്തപ്പെടുത്തുക. അങ്ങനെ ചെയ്യുന്നതോടെ അവർക്ക് കുറച്ചുകൂടി ഒരു ഡിഗ്നിറ്റി കൊടുക്കും, അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, അവർക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടി സ്പെഷ്യലായിട്ട് സ്പൂൺസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇപ്പൊ തന്നെ കുനിഞ്ഞ് സോക്സ് ഇടാൻ പറ്റില്ലെങ്കിൽ സോക്സ് ഇടാനായിട്ടുള്ള ഒരു ഡിവൈസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പല പല ഡിവൈസസ് അവൈലബിൾ ആണ്. അതിനെ പറ്റിയൊക്കെ കൂടുതലും ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് ആണ് നമ്മളെ പരിചയപ്പെടുത്തുന്നതും നമ്മുടെ ഓരോ ബുദ്ധിമുട്ടുകൾക്കനുസരിച്ച് നമുക്ക് എന്തായിരിക്കും ബെസ്റ്റ് ഡിവൈസ് എന്നുള്ളത് പറഞ്ഞു തരാനായിട്ടും ഒക്കെ അവര് ഹെൽപ്പ് ചെയ്യും. ഇത് കൂടാതെ നമുക്ക് സ്പീച്ച് തെറപ്പി വേണ്ടി വരും. ഈ പാർക്കിൻസൺസ് ഉള്ള ഒരു രോഗിക്ക് പലപ്പോഴും പയ്യെ ചിലപ്പോൾ സൗണ്ട് പുറത്തോട്ട് നന്നായിട്ട് വന്നെന്നിരിക്കത്തില്ല, അതുപോലെ തന്നെ ആഹാരം വിഴുങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഈ രോഗം പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് വരും. അപ്പം ഇത് ഇംപ്രൂവ് ചെയ്യാനായിട്ടും എങ്ങനെ ആഹാരം കഴിക്കണം, എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും ഈ ആഹാരം വിഴുങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടും ഒക്കെ സഹായിക്കാനായിട്ട് നമ്മുടെ സ്പീച്ച് ആൻഡ് സ്വാളോ തെറപ്പിയിലുള്ള സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മളെ കൂടുതൽ സഹായിക്കുന്നത്. അപ്പം അവരുടെ ഹെൽപ്പും പാർക്കിൻസൺസ് ആയിട്ടുള്ള രോഗിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സസൈസ് എന്ന് പറയുമ്പം പലതരം എക്സസൈസസ് ഉണ്ട്. അപ്പം ഇതിൽ ഓരോ തരം എക്സസൈസും ചെയ്യുന്നത് പല പല കാര്യങ്ങളാണ്. സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടും, സ്റ്റിഫ്നെസ് കുറയ്ക്കും. പാർക്കിൻസൺസ് ഉള്ളവരുടെ ബോഡി പെട്ടെന്ന് സ്റ്റിഫ് ആവും, അതുകൊണ്ട് സ്ട്രെച്ചിങ് എക്സസൈസസ് അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നെക്ക് റൊട്ടേഷൻസ്, നമ്മുടെ കാലിന്റെ സ്ട്രെച്ചസ്, അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. എയറോബിക് എക്സസൈസസ് ലൈക്ക് നടക്കുക, സൈക്ലിംഗ് ചെയ്യുക, സ്വിമ്മിങ്, ഡാൻസിങ്, ഇതും ചെയ്യാൻ പറ്റുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആണ്. കാരണം അത് നമ്മുടെ കാർഡിയാക് ഫിറ്റ്നസ്സും കൂട്ടാനായിട്ട് സഹായിക്കും. ഇത് കൂടാതെ നമ്മുടെ സ്ട്രെങ്ത് ട്രെയിനിങ് ആയിട്ട് നമ്മൾ ചെറിയ ചെറിയ വെയിറ്റ്, റെസിസ്റ്റന്റ് ബാൻഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ലെഗ്സിനെയും കാലിനെയും നമ്മുടെ ഓവറോൾ ബോഡിയുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യും. അങ്ങനെ നമുക്ക് വീഴ്ചകളും കാര്യങ്ങളും പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെയാണ് ബാലൻസും കോർഡിനേഷൻ എക്സസൈസ്. ഇതിനകത്ത് വരുന്നതാണ് നമ്മൾ ഒറ്റക്കാലിൽ നിൽക്കുക, നമ്മളുടെ കാലിന്റെ ഉപ്പൂറ്റി കൊണ്ട് മാത്രം നടക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഓരോ നമ്മുടെ ബാലൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പ്രത്യേകം എക്സസൈസസ് ഉണ്ട്. ഇതിന്റെ കൂടെ വരുന്നതാണ് യോഗയും ടൈച്ചി പോലത്തെ എക്സസൈസസും. ഇത് കൂടാതെ നമ്മുടെ മൂവ്മെന്റ് എക്സസൈസസ് ഉണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പം പെട്ടെന്ന് ഒരു ലൈനിൽ നടക്കുക, അപ്പുറത്തും ഇപ്പുറത്തും ചാടിയുള്ള എക്സസൈസസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ആ റിഫ്ലെക്സസിനെ കുറച്ചുകൂടി ഷാർപ്പ് ആക്കാനായിട്ടും, നമ്മുടെ പെട്ടെന്ന് പാർക്കിൻസൺസിൽ ചിലപ്പോൾ ഫ്രീസിങ് എപ്പിസോഡ്സ് ഉണ്ടാവും. അതായത് നടക്കുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് നമ്മൾ സ്റ്റിഫ് ആവും, അപ്പം പെട്ടെന്ന് നിൽക്കാനും വീഴാനായിട്ടും സാധ്യതയുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഈ മൂവ്മെന്റ് എക്സസൈസസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് ചില എക്സസൈസസ് ആണ്. എഴുന്നേറ്റ് ഇരിക്കുക,
കസേര പിടിച്ചോണ്ട് തന്നെ നമ്മുടെ ഹീൽ ലിഫ്റ്റ് ചെയ്യാം, ഒരു കാലിൽ നിൽക്കുക, ഒരേ സ്ഥലത്ത് നിന്ന് മാർച്ച് ചെയ്യാം, പിന്നെ കാല് സെപ്പറേറ്റ് ആക്കി വെക്കുക, അടുപ്പിച്ച് വെക്കുക. ഇതെല്ലാം 20-30 തവണ ഓരോ ഇതും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഹീൽ ടു ടോ വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അടി അളക്കുന്നത് പോലെ ഒരു കാലിന് മുന്നിൽ ഒരു കാല് വെച്ച് നടക്കുക. ഇതെല്ലാം ചെയ്യുമ്പോഴും പ്രിഫറബ്ലി എസ്പെഷ്യലി പാർക്കിൻസൺസ് ഉള്ള ഒരു രോഗി ഈ എക്സസൈസസ് ചെയ്യുമ്പോൾ പ്രിഫറബ്ലി കൂടെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം വീഴാതിരിക്കാനായിട്ടും നമുക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് തരാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് കൂടാതെ നമുക്ക് ചിലപ്പം ഈ അസുഖം പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അസിസ്റ്റീവ് ഡിവൈസസിന്റെ ആവശ്യങ്ങൾ വന്നേക്കാം. അതായത് ചിലപ്പോൾ ഒരു വടി വേണ്ടി വന്നേക്കാം, ചിലർക്ക് വാക്കേഴ്സ് വേണ്ടി വന്നേക്കാം. അപ്പൊ അത് ഓരോ സ്റ്റേജസിലും പല പല അസിസ്റ്റീവ് ഡിവൈസസ് ആയിരിക്കും നമുക്ക് വേണ്ടത്. അപ്പം അസുഖം ഉണ്ട് അല്ലെങ്കിൽ തുടങ്ങുന്നു എന്ന് അറിയുമ്പോഴേ നമ്മൾ മാനസികമായിട്ട് അതുമായിട്ടൊന്ന് തിട്ടപ്പെടണം പയ്യെ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മള് ആവശ്യമുള്ള ഒരു അവസ്ഥയില് നമ്മളിപ്പം വടി ഉപയോഗിക്കണ്ട, വടി ഉപയോഗിക്കണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ വടി ഉപയോഗിക്കാതെ നടക്കുന്നത് വളരെ റിസ്കിയാണ്. നമ്മൾ പെട്ടെന്ന് വീഴാൻ സാധ്യതയുണ്ട്. വീണ് കഴിഞ്ഞാൽ ഈ ഒരു പ്രായത്തിൽ അത് ഫ്രാക്ചറിനും കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് നയിക്കും. അത് കൂടാതെ തന്നെ ഇപ്പൊ നമ്മൾ ഈ അസിസ്റ്റീവ് ഡിവൈസസ് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഡിപ്പെൻഡന്റ് ആകേണ്ടിയിരുന്ന സമയത്തിന് മുന്നേ തന്നെ ഡിപ്പെൻഡന്റ് ആകാനായിട്ടും സാധ്യത ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് ആവശ്യമുള്ള സമയത്ത് ഇതിന്റെയൊക്കെ ഉപയോഗം അക്സെപ്റ്റ് ചെയ്യാനായിട്ടും നമ്മൾ മാനസികമായിട്ട് പ്രിപ്പയർ ആകണം. പിന്നെ ഓരോ ഡിവൈസ് ഉപയോഗിക്കുമ്പോഴും അത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളതാണോ, കറക്റ്റ് ആയിട്ടുള്ള സൈസിലാണോ. ഇപ്പൊ ഒരു വടിയാണെങ്കിലും, നമ്മൾ കുത്തി നടക്കുന്ന വടിയാണെങ്കിലും അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സൈസ് ഉണ്ട് ഓരോരുത്തർക്കും. അപ്പൊ അത് കറക്റ്റ് ആണോ, നമ്മുടെ ബോഡിയുടെ പൊസിഷനിങ് കറക്റ്റ് ആണോ എന്നുള്ളത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റുമായിട്ട് കൺഫേം ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. പാർക്കിൻസൺസ് ഉള്ള ഒരു രോഗിക്ക് വീഴ്ചകൾ വളരെ കോമൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീടിനകത്ത് കുറെ മോഡിഫിക്കേഷൻസ് ചെയ്യണം. അത് കാരണം വീഴ്ചകൾ ഒഴിവാക്കാനായിട്ടുള്ള രീതിയിൽ വീടിനകത്ത് ഗ്രാബ് ബാർസും ഹാൻഡ് റെയിൽസും ഒക്കെ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. പാർക്കിൻസൺസ് ഉള്ള രോഗികളുടെ ചെരുപ്പുകൾ പോലും നല്ല ഫിറ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ, സ്ലിപ്പ് ചെയ്യാത്ത രീതിയിലത്തെ സോളും ഷൂസും ആയിരിക്കണം അവർ ഉപയോഗിക്കുന്നത്. എപ്പോഴും എന്ന് പറഞ്ഞാൽ നിവർന്ന് നല്ല രീതിയിൽ നല്ല പോസ്ചറിൽ നടക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ബാലൻസ് അത് അവരുടെ ബാലൻസ് ഇംപ്രൂവ് ചെയ്യും, വീഴ്ചകൾ കുറയ്ക്കും. നമ്മൾ പയ്യെ ഇങ്ങനെ ഈ പാർക്കിൻസൺസ് രോഗികൾ പൊതുവെ ഇങ്ങനെ കൂനി മുന്നിലോട്ട് ഊന്നി നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു ട്രിപ്പോ എന്തിലെങ്കിലും ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മുന്നോട്ട് വീഴാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നല്ല അപ്രൈറ്റ് പൊസിഷനിൽ നല്ല ഒരു പോസ്റ്ററോടെ നടക്കുന്നത് ശീലമാക്കണം. മിക്കപ്പോഴും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതരം തെറപ്പിസ്റ്റുകളുടെ ഹെൽപ്പ് വേണ്ടി വരും. ഫിസിയോതെറപ്പിസ്റ്റ്, സ്പീച്ച് തെറപ്പിസ്റ്റ്, ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ്, ഡോക്ടേഴ്സ്, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തന്നെ വേണം നമുക്ക് ഈ ഒരു അസുഖം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അത് വേണ്ടി വരുമ്പോൾ നമ്മൾ എടുക്കാനായിട്ട് മടി കാണിക്കരുത്. ആഹാരം കഴിക്കുന്നതും ഈ അസുഖത്തിൽ ചിലർക്ക് അഫക്റ്റഡ് ആകും, എസ്പെഷ്യലി അസുഖം പ്രോഗ്രസ് ചെയ്യുമ്പോൾ. അപ്പം ഇപ്പൊ ആഹാരം ചവയ്ക്കാനുള്ള ബുദ്ധിമുട്ട്, ഇറക്കാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ കാരണം വെയിറ്റ് ലോസ് വരാം. അതുപോലെ തന്നെ ഇപ്പം പാർക്കിൻസൺസ് ഉള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, വയറ്റിന് പോകാൻ ബുദ്ധിമുട്ടാണ്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും. അപ്പം ഈ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് പ്രശ്നം എന്താന്ന് വെച്ചാൽ വിശപ്പ് കുറയും. അപ്പം അങ്ങനെയും കൂടി വിശപ്പ് കുറയുന്നതുകൊണ്ട് വെയിറ്റ് കുറയാനായിട്ട് ഭയങ്കര സാധ്യതയാണ് പാർക്കിൻസൺസ് ഉള്ള രോഗികൾക്ക്. ഇതിന്റെ കൂടെ തന്നെ ആഹാരം ഇറക്കാനായിട്ട് ഇത് കുറച്ചുകൂടി സ്റ്റേജ് 2, സ്റ്റേജ് 3 ഒക്കെ, സ്റ്റേജ് 2 അത്രയില്ല, സ്റ്റേജ് 3, 4, 5 ആഹാരം ഇറക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ തുടങ്ങാം. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തുടങ്ങുന്ന ഒരു അവസ്ഥയില് ആഹാരം വായിലൂടെ നമ്മൾ വെള്ളമായിട്ടോ ആഹാരമായിട്ടോ ഒക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് പെട്ടെന്ന് ലങ്സിലോട്ട് പോകാനായിട്ടും ആസ്പിറേഷൻ ന്യൂമോണിയ ഉണ്ടാക്കാനായിട്ടും സാധ്യതകളുണ്ട്. ഇത് കൂടാതെ നമുക്ക് ആഹാരങ്ങൾ ഇപ്പം വിശപ്പില്ലെങ്കിൽ പോലും കുറച്ചായിട്ട് പല തവണയായിട്ട് കൊടുക്കുന്നത്
നമുക്ക് ഇവരുടെ ക്ഷീണം കുറയ്ക്കാനായിട്ടും, ഈ ചവയ്ക്കുമ്പോഴാണെങ്കിലും മസിൽസ് അവരുടെ പെട്ടെന്ന് ടയേർഡ് ആകും. അപ്പൊ അങ്ങനത്തെ അവസ്ഥകൾ ഒഴിവാക്കാനായിട്ടും കുറച്ച് കുറച്ചായിട്ട് പല തവണയായിട്ട് ആഹാരം കൊടുക്കുന്നത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ കുറച്ച് ആഹാരം കഴിക്കുന്നതുകൊണ്ട് ആ കുറച്ച് ആഹാരത്തിൽ കൂടുതൽ പോഷകങ്ങൾ ഉള്ളിൽ ചെല്ലുന്ന പോലെ നമ്മൾ ആ ആഹാരം ഉണ്ടാക്കണം. അപ്പം നമുക്ക് നെയ്യ് ഉപയോഗിക്കാം, നമുക്ക് കൂടുതൽ എന്താ ഞാൻ ഇപ്പം അരി ആഹാരം അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി എനർജി റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കുന്നത് വെയിറ്റ് ലോസ് ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. പ്രോട്ടീൻസ് നന്നായിട്ട് ഉള്ളിൽ ചെല്ലണം. ഇപ്പൊ നമ്മൾ ചായ കാപ്പിയിലൊന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂട്രിയന്റ് ആയിട്ട് ഒന്നും കിട്ടാനായിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ആഹാരങ്ങൾ കുറച്ചിട്ട് ആ ബോഡിക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന പോലത്തെ ആഹാരങ്ങൾ കൂടുതൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ നമുക്ക് പ്രോട്ടീൻ പൗഡേഴ്സ് കൊടുക്കാം. അങ്ങനത്തെ പല പല ആഹാരങ്ങൾ കുറച്ചുകൂടി ബോഡിക്ക് ഗുണം ചെയ്യുന്ന ആഹാരങ്ങൾ കുറച്ചായിട്ട് പല തവണയായിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആഹാരത്തിൽ നന്നായിട്ട് നാരും വെള്ളവും ചേർക്കണം. നന്നായിട്ട് വെള്ളം എന്ന് പറയുമ്പോൾ ഒരു 1.5-2 ലിറ്റർ, അതിൽ കൂടുതലല്ല കേട്ടോ. അപ്പം നാരും വെള്ളവും ഒക്കെ ചേർന്നിരുന്നാലേ ഉള്ളൂ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒത്തിരി ഡ്രൈ അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിട്ടുള്ളത് മൊരിച്ചിട്ടുള്ള ഫുഡൊക്കെ ഇവർക്ക് ചവയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഫുഡുകൾ പാർക്കിൻസൺസ് ഉള്ള രോഗികൾക്ക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എസ്പെഷ്യലി അവർക്കത് ബുദ്ധിമുട്ടായി തുടങ്ങുന്നത് വരെ കുഴപ്പമില്ല, അവർക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷെ അങ്ങനെ ഒരു ചവയ്ക്കാനോ ഒക്കെ ഒരു ബുദ്ധിമുട്ട് കാണിച്ചു തുടങ്ങുമ്പോൾ നമ്മളത് മുൻകൂട്ടി കണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ആഹാരത്തിലോട്ട് മാറുന്നതായിരിക്കും നല്ലത്. ഇപ്പം വെള്ളം കുടിക്കുമ്പോൾ ചുമ വരുന്നു, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ തുടങ്ങുകയാണെങ്കിൽ ആ തുടക്കത്തിലെ തന്നെ നമ്മൾ പിന്നെ വെള്ളമായിട്ട് ലിക്വിഡായിട്ട് കൊടുക്കുന്നതിന് പകരം അത് തിക്കൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ തിക്കൻ ചെയ്യാനായിട്ട് നമുക്കിപ്പോ ഈ ഞാൻ കാണിച്ചിരിക്കുന്ന ഫോട്ടോയിലുള്ളത് പോലെ നമുക്ക് തിക്കനേഴ്സ് കിട്ടും. ഇതിന് ടേസ്റ്റോ മണോ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ജ്യൂസിലോ വെള്ളത്തിലോ പാലിലോ ഒക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ആ പാല് തിക്കാകും, കുറച്ച് കട്ട പോലെയാകും. അപ്പൊ അത് നമുക്ക് കോരി സ്പൂൺ കൊണ്ട് കൊടുത്ത് പേഷ്യന്റിന് കൊടുക്കാൻ പറ്റും. അപ്പൊ ആഹാരം വെള്ളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി തിക്കാക്കിയിട്ട് സേഫ് ആയിട്ട് പേഷ്യൻസിന് കുറെ ലെവൽ വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. ആഹാരങ്ങളാണെങ്കിൽ സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അരച്ചിട്ടൊക്കെ കൊടുക്കേണ്ടി വന്നേക്കാം ഈ അസുഖം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച്. ആഹാരം കഴിക്കുമ്പോൾ ചുമയുണ്ടോ, അതൊരു ചീത്ത സൈനാണ്. ചുമയ്ക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നിർത്തി നമ്മൾ അസസ്മെന്റ് നടത്തണം. സ്വോളോയിങ് സേഫ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വായിക്കൂടി ആഹാരം കൊടുക്കുന്നത് അഡ്വൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എപ്പോഴും ആഹാരം കൊടുക്കുമ്പോൾ എഴുന്നേറ്റിച്ചിരുത്തി കൊടുക്കുക. അരമണിക്കൂറെങ്കിലും എഴുന്നേറ്റിരുന്നിട്ട് വേണം, അരമണിക്കൂറെങ്കിലും കഴിച്ചതിന് ശേഷം എഴുന്നേറ്റിരിക്കണം. ചെറിയ ചെറിയ വായി കൊടുക്കുക. ആ ഓരോ വായും ഇറക്കിയതിന് ശേഷം അടുത്തൊരു വാ കൊടുക്കാവുള്ളൂ. എസ്പെഷ്യലി പാർക്കിൻസൺസ് കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ അവരത് വായിൽ വെച്ചോണ്ടിരിക്കാനായിട്ടും, അങ്ങനെ വായിൽ വെച്ചോണ്ടിരിക്കുന്ന ഫുഡ് നെഞ്ചിലോട്ട് പോയി ആസ്പിറേഷൻ ന്യൂമോണിയ ഉണ്ടാക്കുന്നത് വളരെ കോമൺ ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ന്യൂമോണിയ പ്രിവെൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് പാർക്കിൻസൺസ് ഉള്ള രോഗികളിൽ. ഇത് കൂടാതെ ഇപ്പൊ ആഹാരം കഴിക്കാനായിട്ടും ഒക്കെ പാർക്കിൻസൺസ് പേഷ്യൻസിന് പ്രത്യേക പ്ലേറ്റ് സ്പൂണ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് അവരെ കൊണ്ട് തന്നെ അവർക്ക് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് എനേബിൾ ചെയ്യാനായിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓക്യുപേഷൻ തെറപ്പിസ്റ്റിന്റെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് കൂടാതെ ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പോ ശേഷമോ ആയിരിക്കണം പാർക്കിൻസൺസിന്റെ മരുന്ന് കൊടുക്കുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ തെറപ്പിസ്റ്റായിട്ടും ഡയറ്റീഷ്യൻസുമായിട്ടും ഒക്കെ വർക്ക് ചെയ്ത് പേഷ്യന്റിന് പറ്റുന്നതും എന്നാൽ പേഷ്യന്റിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലത്തെ ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി അതിനനുസരിച്ച് ഫോളോ ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇവരുടെ മാനസികാരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇപ്പം എനിക്ക് ഒരു ഞരമ്പിന്റെ അസുഖമുണ്ട്, അത് പ്രോഗ്രസീവ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര വേണമെങ്കിലും ഇപ്പം അതിനെപ്പറ്റി ചിന്തിക്കണ്ടെന്ന് പറഞ്ഞാലും അത് നമ്മളിൽ ഒരു ആൻസൈറ്റി ഉണ്ടാക്കും. നമുക്ക് അത് കാരണം ഒരു ഡിപ്രഷൻ, അത് ഒരു ലെവൽ വരെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തതായതുകൊണ്ട് ഇതിന് ഇങ്ങനത്തെ ഡിപ്രഷൻ ആൻസൈറ്റി ഇഷ്യൂസിനൊക്കെ ചിലപ്പോൾ മരുന്നുകൾ വരെ വേണ്ടി വന്നേക്കാം. അത് ഈ അസുഖത്തിന്റെ ഭാഗമാണ്. അത് ചിലപ്പം ആ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ മോശമാകാൻ സാധ്യതയുണ്ട്. അപ്പം ആ സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും കുറയ്ക്കാനായിട്ട്
നമ്മൾ അവരുടെ മെന്റൽ ഹെൽത്ത് ചലഞ്ചസ് അഡ്രസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടാതെ കുറച്ച് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ അത് കാര്യമാക്കണ്ട, ശ്രദ്ധിക്കണ്ട, അത് പോട്ടെ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട എന്ന് പറയുന്നതല്ല കൗൺസിലിംഗ്. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അത് പ്രൊഫഷണലി ചെയ്യുമ്പം അവര് ഈ ബുദ്ധിമുട്ടുകളിലോ ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്ത് അതുമായിട്ട് യോജിച്ച് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് കൗൺസിലിംഗ്, പ്രൊഫഷണൽ ആയിട്ടുള്ള കൗൺസിലിങ്ങും സൈക്കോതെറപ്പിയും പാർക്കിൻസൺസ് രോഗികൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. മെഡിസിൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പം എപ്പോഴും മരുന്നുകൾ കൂട്ടണോ കുറയ്ക്കണോ, ഈ ഡോസ് തന്നെ മതിയോ, അതിന്റെ എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാനായിട്ടും റെഗുലർ ആയിട്ട് ഡോക്ടേഴ്സിനെ വിസിറ്റ് ചെയ്യേണ്ട ഒരു അസുഖമാണ് പാർക്കിൻസൺസ് അസുഖം. ഇത് കൂടാതെ ബ്രെയിൻ എക്സസൈസസ്, ഞാൻ പറഞ്ഞിരുന്നല്ലോ പാർക്കിൻസൺസ് അസുഖത്തിൽ മറവി രോഗം വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ ബ്രെയിൻ എക്സസൈസസ്, അതായത് ചില ഗെയിംസ് നമുക്ക് പിള്ളേരുടെ കൂടെ ഇപ്പം ഈവൻ ചെറിയ ചെറിയ ഗെയിംസ് ലൈക്ക് സ്നേക്ക് ആൻഡ് ലാഡേഴ്സ് ആണെങ്കിലും ജംഗ ആണെങ്കിലും നമ്മുടെ പിക്ഷണറി, അങ്ങനത്തെ ചെറിയ ചെറിയ ഗെയിംസ് ആണെങ്കിലും നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഗെയിംസ് ഒക്കെ കളിക്കുന്നത് വളരെ നല്ലതാണ്. ക്രോസ് വേർഡ്സ് ചെയ്യാം. ഇപ്പം അഡൾട്ട്സിന് ആക്ടിവിറ്റി ബുക്സ് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ എക്സസൈസ് ആയിട്ട് ഗുണം ചെയ്യും, എസ്പെഷ്യലി പാർക്കിൻസൺസ് ഉള്ള പേഷ്യൻസിൽ. ഇത് കൂടാതെ റെഗുലർ എക്സസൈസ്, പിന്നെ സോഷ്യൽ കണക്റ്റീവ്നെസ്, അതായത് നമ്മൾ ബന്ധുക്കളുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും നല്ലൊരു കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ നമ്മുടെ ഈ മാനസിക സ്ട്രെസ് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. മിക്കവാറും ഈ പാർക്കിൻസൺസ് രോഗിയെ കെയർ ചെയ്യുന്ന കെയർ ഗിവേഴ്സിന്, അതായത് ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, ചിലപ്പം അല്ലാതെ ഒരു പ്രൊഫഷണൽ കെയർ ഗിവേഴ്സ് ആയിരിക്കാം, അവർക്ക് പോലും ഒരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് പാർക്കിൻസൺസ് അസുഖം. കാരണം കെയർ ചെയ്യാൻ അത്ര എളുപ്പമല്ല. അത് മുന്നോട്ട് പോകും തോറും ഡിപ്പെൻഡൻസി കൂടുന്നതിനനുസരിച്ച് ആ കെയർ ഗീവറിലുള്ള സ്ട്രെസ് കൂടിക്കൂടി വരും. അപ്പൊ അതും നമ്മൾ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു ഇടയ്ക്ക് ഒരു ബ്രേക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർക്കിൻസൺസ് അസുഖത്തിനെ പറ്റിയും അതിന്റെ വരുംവരായികളെ പറ്റിയും ഒക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതും ഈ അസുഖം മുന്നോട്ട് പോകുന്നതിന്റെ ഓരോ സിംറ്റംസ് മനസ്സിലാക്കാനും അതിനനുസരിച്ച് രോഗിക്ക് വേണ്ട ചികിത്സ കൊടുക്കാനായിട്ടും ഈ കെയർ ഗിവേഴ്സിനെ സഹായിക്കും. നമ്മൾ എത്രയും നേരത്തെ ഈ ബുദ്ധിമുട്ടുകൾ, ഇപ്പം ആള് കുറച്ച് ഡള്ളാകുന്നു, സാധാരണ ചെയ്തിരുന്ന ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഇപ്പം മടി കാണിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എത്ര നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് അഡ്രസ് ചെയ്യുന്നോ അത്രയും നേരത്തെ പേഷ്യന്റിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ ആകും. അതുപോലെ തന്നെ അത്രയും തന്നെ എളുപ്പമായിരിക്കും തുടക്കത്തിലേ ഇത് അഡ്രസ് ചെയ്യാനായിട്ട്. കുറെ ബുദ്ധിമുട്ടായി കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് മാനേജ് ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാകാനാണ് സാധ്യത. വീട് നമ്മൾ മോഡിഫൈ ചെയ്യണം പാർക്കിൻസൺസ് ഉള്ള പേഷ്യൻസിന്. അതായത് നമ്മൾ തറയിലോ ഒന്നും ടോയ്സ് അല്ലെങ്കിൽ ചവിട്ടികള് അല്ലെങ്കിൽ വയറുകള് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാർക്കിൻസൺസ് രോഗി നടക്കുന്ന വഴിയിൽ വരാത്ത രീതിയിൽ വേണം വീട് ശ്രദ്ധിക്കാനായിട്ട്. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കണം, കളിച്ചതിന് ശേഷം എല്ലാം മാറ്റാനായിട്ട്. വെള്ളമോ എണ്ണയോ അങ്ങനെ എന്തെങ്കിലും താഴോട്ട് വീണിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ തുടയ്ക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ചിലപ്പോൾ ഈ ചെറിയ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും ഒരു വീഴ്ച വരുന്നത്, അത് വലിയ പ്രശ്നങ്ങളിലോട്ട് പോകാം. നമുക്ക് ഭിത്തിയിലും ബാത്റൂമിലും ഒക്കെ ഈ ഹാൻഡ് റെയിൽസ് ഒക്കെ പിടിപ്പിക്കണം. അപ്പം പാർക്കിൻസൺസ് ഉള്ള പേഷ്യന്റിന് നടക്കാനായിട്ടും ഇത് പിടിച്ച് ഓരോ ഇടത്ത് പോകാനായിട്ടും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സ്വന്തം കാര്യം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നോക്കാനായിട്ട് ഇതെല്ലാം സഹായിക്കും. നമ്മൾ ബാത്റൂമില്, കിച്ചൺ അങ്ങനത്തെ സ്ലിപ്പറി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ചവിട്ടികളുണ്ടല്ലോ, ആ ചവിട്ടികളുടെ അടിയിൽ റബ്ബർ ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. അതായത് സ്ലിപ്പ് ആവരുത്. അതിന്റെ അടിയിൽ ആ റബ്ബർ ലെയർ വരാത്തത് പെട്ടെന്ന് സ്ലിപ്പ് ആകും നമ്മുടെ ടൈൽസിൽ. അതുകൊണ്ട് പാർക്കിൻസൺസ് രോഗി അതിലെങ്ങാനും ചവിട്ടി അതൊന്ന് സ്ലിപ്പായി അവർ ഡെഫിനറ്റ്ലി അവരുടെ റിഫ്ലെക്സസ് നമ്മുടെ അത്രയും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തെന്നിരിക്കത്തില്ല. അപ്പം ആ രീതിയിൽ അത് ശ്രദ്ധിക്കണം. നടക്കുന്ന ഏരിയാസ്, എസ്പെഷ്യലി ഇപ്പൊ രാത്രിയിൽ ബാത്റൂമിലോട്ട് പോകുന്ന വഴി അല്ലെങ്കിൽ ഹോൾവേസ്, വൈകുന്നേരം
നമ്മുടെ ഹാളില് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് വെട്ടവും വെളിച്ചവും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. കാരണം എന്തെങ്കിലും ഒന്ന് കാണാതെ പോയിട്ട് അതിൽ തട്ടിയോ തടഞ്ഞോ വീഴരുത്. അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം. അതിനുവേണ്ടി ലൈറ്റിംഗ് നന്നായിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കണം. പാർക്കിൻസൺസ് രോഗികളുള്ളവർക്ക് അവർക്ക് ഈ താഴ്ന്ന ടോയ്ലറ്റിലൊക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ചുകൂടി റേസ് ടോയ്ലറ്റ് സീറ്റ്സ് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ഓൾറെഡി ഉള്ള ക്ലോസറ്റ് കുറച്ചുകൂടി നമുക്ക് റേസ് ചെയ്യാനായിട്ടുള്ള ആക്സസറീസ് കിട്ടും. അപ്പം എളുപ്പം അതിൽ ഇരിക്കാനായിട്ടും എഴുന്നേക്കാനായിട്ടും പറ്റുന്ന രീതിയിൽ നമുക്ക് ടോയ്ലറ്റ് സീറ്റ്സ് വരെ നമുക്ക് മോഡിഫൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ബാത്റൂമിലൊക്കെ ആണെങ്കിലും ഒത്തിരി സ്റ്റെപ്പോ അല്ലെങ്കിൽ ഒരു പടി അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കി പടിയില്ലാതെ നമ്മൾ ഈസി ആയിട്ട് കയറി പോകാവുന്ന പോലത്തെ ഒരു ബാത്റൂം ആണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കാരണം അഗൈൻ ഈ പടിയിലൊക്കെ ചിലപ്പം കാല് നമ്മൾ എടുത്ത് പൊക്കിയാലും ആ പൊങ്ങണ്ട വരെ പൊങ്ങിയില്ലെങ്കിൽ അതിൽ തട്ടി വീഴും. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ട് പ്രിവെന്റീവായിട്ട് അതെല്ലാം മോഡിഫൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അവർ സാധാരണ ഉപയോഗിക്കുന്ന പാർക്കിൻസൺസ് രോഗികൾ സാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അവർക്ക് എളുപ്പം കിട്ടാവുന്ന രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ എടുക്കാനായിട്ടും സ്വന്തം കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനായിട്ടും സഹായിക്കും. അപ്പൊ ആ രീതിയിൽ എല്ലാ ഐറ്റംസും അവർക്ക് എളുപ്പം എടുക്കാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. കസേരകൾ അങ്ങനത്തതൊക്കെ ഉപയോഗിക്കുമ്പം പ്ലാസ്റ്റിക് കസേരകളൊക്കെ പെട്ടെന്ന് തെന്നി പോകുന്നതാണ്. അപ്പൊ അങ്ങനത്തതല്ലാതെ കുറച്ച് ഇവര് സ്റ്റിഫും കൂടി ആയതുകൊണ്ട് ഇപ്പൊ ഓരോ ഇരിക്കാനായിട്ടും ഒക്കെ ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് പ്രഷർ കൊടുക്കും. അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കസേര അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് തെന്നി പോകാത്ത പിന്നെ സൈഡിൽ കൈ പിടിക്കാനായിട്ട് ഉള്ള സംവിധാനം ഉള്ള കസേരകളായിരിക്കണം പാർക്കിൻസൺസ് രോഗികൾക്ക് ഇരിക്കാൻ കൊടുക്കേണ്ടത്. താഴ്ന്ന ലെവലിലുള്ള സോഫാസ് കസേരകൾ അങ്ങനത്തെ കാര്യങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യുക. അതിൽ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണ് പാർക്കിൻസൺസ് ഉള്ള രോഗികൾക്ക്. തറകൾ എപ്പോഴും ക്ലീനും സ്മൂത്തും ഈ പടികളൊന്നും ഇല്ലാത്തതും ആക്കി വെക്കുക. കാരണം വാക്കർ ആണെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും അവർക്ക് നടക്കാൻ കുറച്ചുകൂടി സ്മൂത്ത്നെസ് അങ്ങനത്തെ സർഫേസിലാണ് ഉള്ളത്. പിന്നെ ബാത്റൂമിലാണെങ്കിലും റൂമിലാണെങ്കിലും എപ്പോഴും ഒരു എമർജൻസി കോൾ ബട്ടണോ അല്ലെങ്കിൽ ഒരു ഫോൺ എപ്പോഴും പേഷ്യന്റിനകത്ത് വെച്ചേക്കുക. കാരണം എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അറിയാതെ എങ്ങാനും വീഴുവോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അലേർട്ട് ചെയ്യാനായിട്ട്. അത് കൂടാതെ നമുക്കിപ്പോൾ ഫോൾ ഡിറ്റക്ടേഴ്സ് ഉണ്ട്, അങ്ങനത്തെ കുറെ ഇക്വിപ്മെന്റ്സ് അവൈലബിൾ ആണ്. അപ്പൊ അത് നമുക്ക് ചെയിൻ ആയിട്ടിടാം, ബ്രേസ്ലെറ്റ് ആയിട്ടിടാം. അപ്പൊ അങ്ങനെ എങ്ങാനും വീഴ്ച വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലോട്ട് അത് അലേർട്ട് വരും. അങ്ങനത്തെ സിസ്റ്റംസും ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. എപ്പോഴും വീട്ടില് എല്ലാ റൂമിലും പറ്റുകയാണെങ്കിൽ അവർക്ക് എളുപ്പം എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ വിളിക്കേണ്ട നമ്പേഴ്സ് ഒക്കെ ഒന്ന് വലുതായിട്ട് എഴുതി വെക്കുന്നതും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതൊരു സെൻസ് ഓഫ് സെക്യൂരിറ്റിയാണ്. കാരണം എന്തെങ്കിലും വന്നാലും എനിക്ക് പെട്ടെന്ന് വിളിക്കാൻ ഇതുണ്ട്. ഓർത്തെടുക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓർമ്മ അത്രയും വർക്ക് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് എഴുതി വലുതായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ അവർ ആ നമ്പർ നോക്കിയിട്ടാണെങ്കിലും വിളിച്ചോളും. പാർക്കിൻസൺസ് അസുഖം എന്ന് പറഞ്ഞാൽ നല്ലൊരു അസുഖം അല്ല. അപ്പം കാരണം ഞരമ്പിനെ അഫക്റ്റ് ചെയ്യുന്നു, അത് പ്രോഗ്രസീവ് ആണ്. അതൊന്ന് കേൾക്കുമ്പം നമുക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും അതിൽ മോശമായിട്ടുള്ള പല പല അസുഖങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പാർക്കിൻസൺസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഡിപ്രസ്ഡ് ആവാതെ കഴിവതും അതിനെ തരണം ചെയ്ത് അതുമായിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അതിനുവേണ്ടി സ്റ്റേ ആക്റ്റീവ്, എപ്പോഴും സോഷ്യലി എൻഗേജ്ഡ് ആകുക, അല്ലാതെ സ്വന്തമായിട്ട് ഉൾവലിയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് പല സ്പെഷ്യലിസ്റ്റിന്റെ ഹെൽപ്പ് വേണ്ടി വരുന്ന ഒരു അസുഖമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഹെൽപ്പ് എടുക്കാനായിട്ട് മടിക്കരുത്. നമുക്കൊരു ജെറിയാട്രിഷ്യൻ വേണ്ടി വരും, ന്യൂറോളജിസ്റ്റ് വേണ്ടി വരും, സൈക്കട്രിസ്റ്റ് വേണ്ടി വരും, ഫിസിയോതെറപ്പിസ്റ്റ്, ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ്, സ്പീച്ച് തെറപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു അസുഖത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു ടീം നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടീം ഉണ്ടാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. വീട് മോഡിഫൈ ചെയ്ത് നമുക്ക് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ നമ്മുടെ ഫ്യൂച്ചർ, ഇപ്പൊ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് പ്രോഗ്രസ് ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പം ഇനി നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം, എങ്ങനെയൊക്കെ വരണം എന്നൊക്കെ ഉള്ളത് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത്
ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ ഇപ്പം എനിക്ക് ആസ്പിറേഷൻ ന്യൂമോണിയ വന്നാൽ എനിക്ക് എന്തൊക്കെ ചികിത്സകൾ വേണം, എവിടെ ചികിത്സ വേണം, എങ്ങനെയായിരിക്കും അതിനു വേണ്ടി ചെയ്യേണ്ടത്, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കും ഇൻക്ലൂഡിങ് ഇപ്പം ഓക്കെ എനിക്ക് പാർക്കിൻസൺസ് ആണ്, അപ്പൊ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ എനിക്ക് ബിസിനസ് എന്താ പറയുക, ബിസിനസ്സിൽ ഇന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കണം, അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് നമുക്ക് വെക്കാവുന്നതാണ്, അതിനുവേണ്ടി വർക്ക് ചെയ്യാവുന്നതാണ്. അതിനൊന്നും ഈ ഒരു രോഗം ഒരു തടയാവേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ പാർക്കിൻസൺസ് രോഗികളെ കെയർ ചെയ്യുന്ന കെയർ ഗിവേഴ്സിനെ ശ്രദ്ധിക്കാനായിട്ട് മറക്കരുത്. അവർക്ക് വേണ്ടി അസുഖത്തിനെ പറ്റിയുള്ള എഡ്യൂക്കേഷൻ നമ്മൾ എന്തായാലും കൊടുക്കണം. അവർക്ക് പറ്റുകയാണെങ്കിൽ പാർക്കിൻസൺസ് രോഗികൾക്കുള്ള സപ്പോർട്ട് ഗ്രൂപ്പ്സ് ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് പലർക്കും പല ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യാനായിട്ടും അതെങ്ങനെ തരണം ചെയ്യാം എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനായിട്ടും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അത് മാനസികമായിട്ട് നല്ലൊരു സപ്പോർട്ടാണ്. ഇത് കൂടാതെ റെസ്പൈറ്റ് കെയർ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് എവിടെയെങ്കിലും പോകണം, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി പ്രൊഫഷണൽ ഹെൽപ്പ് ലൈക്ക് ആർഡിന്റെ ഒക്കെ ഹെൽപ്പ് എടുക്കാൻ പറ്റും. അപ്പം അവര് നമ്മുടെ ബന്ധുമിത്രം നോക്കി തരുമ്പോഴത്തേക്കും നമുക്കൊരു ബ്രേക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് കെയർ ഗിവിങ് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ രോഗിയെ കെയർ ചെയ്യുന്ന ആൾ ഒരിക്കലും ഓവർ ബേർഡൻഡ് ആവാതിരിക്കുന്നത് രോഗിക്ക് കിട്ടുന്ന കെയർ നല്ലതാകാനായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം ദാറ്റ് ആ രോഗിയെ പരിചരിക്കുന്ന കെയർ ഗിവർ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. വേണ്ടി വരുന്ന ബ്രേക്കും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ ലീഗലും ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും ഒക്കെ ഈ മറവിയോ അങ്ങനത്തെ അസ്വസ്ഥതകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. ഇത് കൂടാതെ പാർക്കിൻസൺസ് രോഗികൾ ഞാൻ പറഞ്ഞല്ലോ, ആസ്പിറേഷൻ ന്യൂമോണിയ ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് അവരിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ എപ്പോഴും വാക്സിൻസ് അഡ്വൈസ് ചെയ്യും. അതായത് ഇൻഫ്ലുവൻസയുടെ, ന്യൂമോണിയയുടെ, ന്യൂമോണിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയൽ ന്യൂമോണിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയക്കെതിരെയുള്ള വാക്സിൻസും നമ്മൾ എടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അതൊക്കെ നമ്മൾ അപ് ടു ഡേറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. രോഗം നമ്മൾക്ക് എത്ര പ്രതിരോധിക്കാൻ പറ്റുമോ ആ രീതിയിൽ പ്രതിരോധിച്ച് ഇതിനനുസരിച്ചുള്ള എക്സസൈസും കാര്യങ്ങളും ചെയ്താൽ കുറെ വർഷങ്ങളോളം ഈ അസുഖം നമുക്ക് നല്ല കൺട്രോൾ ആയിട്ട് കൊണ്ടുപോകാവുന്ന ഒരു അസുഖമാണ്. താങ്ക് യു.